പ്രൈസ് ലോർഡ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്ന പല അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തോത്രവും സ്തുതികളും ഒക്കെ കരയേറ്റുവാനായിട്ട് പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്താറില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ചകളോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും പരാതി പറയുവാനും ഒക്കെ ആദ്യമേ തന്നെ നമ്മൾ സമയം കണ്ടെത്തും. ഇത് മാനുഷികമായ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അനേകരുണ്ട്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കാറില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ആദ്യം സമൂഹം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തും. ഒരു റോസാപ്പൂവിനെ നാം കാണുകയാണ്. ആ റോസാപ്പൂവിന്റെ മുള്ളാണ് പലപ്പോഴും നമുക്ക് പരാതികളായിട്ട് നാം പറയാറുള്ളത്. എന്നാൽ ആ മുള്ളിനോടൊപ്പം ആ മനോഹരമായ റോസാപ്പൂവിനെ കാണുവാൻ, ആ റോസാപ്പൂവിന്റെ സൗന്ദര്യം ദർശിക്കുവാനായിട്ട് പലപ്പോഴും നാം സമയം കണ്ടെത്താതെ മുള്ളുകളിലേക്ക് നോക്കിക്കൊണ്ട് പരാതികൾ പറയുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ മാറി പോവുകയാണ്. ഒരു പ്രൊഫസർ തന്റെ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ടെസ്റ്റ് കൊടുത്തു. അദ്ദേഹം ടേബിളിൽ എല്ലാ കുട്ടികളുടെയും മുൻവശത്ത് ഓരോ പേപ്പർ മടക്കി വെച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ പറയുമ്പോൾ മാത്രം ഈ പേപ്പർ ഓപ്പൺ ആക്കി അതിനകത്തുള്ളതിനെ പറ്റി എഴുതുക. സിഗ്നൽ കൊടുത്തു. കുഞ്ഞുങ്ങൾ പേപ്പർ നിവർത്തിയപ്പോൾ ആ പേപ്പറിന്റെ നടുവിൽ ഒരു ചെറിയ പൊട്ടിനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ പേപ്പറിൽ എന്ത് കാണുന്നുവോ നിങ്ങൾ എഴുതുക. അങ്ങനെ കുട്ടികൾ ഓരോന്നോരോന്നായി എഴുതി. അവസാനം സമയം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഫസർ ഈ ഉത്തരക്കടലാസുകളൊക്കെ വാങ്ങി കുട്ടികൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഉറക്കെ വായിക്കുകയാണ്. അവർ എല്ലാവരും തന്നെ ആ പേപ്പറിന്റെ നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു കറുത്ത ഡോട്ടിനെ പറ്റിയാണ് കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവസാനമായി പ്രൊഫസർ ഈ കുഞ്ഞുങ്ങളോടായി പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉത്തരം പോലും ഇതിനകത്ത് വന്നിട്ടില്ല. കുട്ടികൾ വളരെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് തങ്ങളുടെ ടീച്ചർ തങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത്? ടീച്ചർ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ആ ഒരു പേപ്പറിലെ കറുത്ത പൊട്ടിനെ പറ്റി മാത്രമാണ് എഴുതിയത്. എന്നാൽ ആ വെള്ളക്കടലാസിനെ പറ്റി അല്ലെങ്കിൽ ആ വെള്ള നിറത്തെ പറ്റി ഒന്നും ആരും എഴുതിയിട്ടില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത് ആ ചെറിയ പൊട്ടുകളിലാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടെ ചെറിയ പ്രശ്നങ്ങളിലാണ് നമ്മുടെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത്. അത് ആരോഗ്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, മാനസികമായ പ്രശ്നങ്ങളാകാം, കൂട്ടുകാരുമൊക്കെ ഒത്തുള്ള ചെറിയ പ്രശ്നങ്ങളാകാം. പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധ വയ്ക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ആ ചെറിയ പാടുകളിലേക്ക് നോക്കി ഇങ്ങനെ വ്യാകുലപ്പെടാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനവധി അനുഗ്രഹങ്ങളിലേക്കും കഴിവുകളിലേക്കും ഒക്കെ നമ്മുടെ കണ്ണോടിച്ചുകൊണ്ട് ദൈവത്തെ ഓരോ നിമിഷവും നന്ദി പറയുന്നവരായിട്ട് നമുക്ക് മാറാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പുതിയ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.